അമേരിക്കയിലെ മലയാളി വിശ്വാസികൾക്ക്, വിശേഷാൽ വേർപെട്ട സഭാവിശ്വാസികൾക്ക് പ്രിയപ്പെട്ട ദൈവദാസനായിരുന്നു കെ.എം. ജോണിച്ചായൻ എന്നറിയപ്പെട്ടിരുന്ന കോട്ടൂരേത്ത് മാത്യു ജോൺ. 1936 മാർച്ച് 12 കേരളത്തിലെ സുവിശേഷകനും ക്രിസ്തീയ ഗാനരചയിതാവുമായിരുന്ന പേരിശ്ശേരിയിൽ മത്തായിച്ചൻ്റെ 7 മക്കളിൽ 6ാമത്തെ മകനായി കെ.എം. ജോൺ ജനിച്ചു. വിദ്യാഭ്യാസ കാലത്ത് തന്നെ യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവുമായി അംഗീകരിച്ചു. 1958 തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിലെ ബിരുദ പഠനത്തിന് ശേഷം 1959 ജോലിക്കായി ബോംബെ നഗരത്തിലെത്തി. ബോംബെയിലെ ജീവിതം ആത്മീയമായി വളരുവാൻ അദ്ദേഹത്തെ സഹായിച്ചു. സാന്താക്രൂസ് ബ്രദറൻ അസംബ്ലിയോടുള്ള ബന്ധത്തിൽ പരസ്യ യോഗങ്ങൾക്കും സുവിശേഷ പ്രവർത്തനങ്ങൾക്കും പങ്കെടുക്കുമായിരുന്നു. ന്യൂസിലാൻഡിൽ നിന്നുള്ള മിഷണറി ഹരോൾഡ് മക്ഗ്രേഗറുടെയും മറ്റ് ദൈവദാസന്മാരുടെയും സുവിശേഷ പ്രവർത്തനങ്ങളും ജീവിത രീതിയും കെ.എം. ജോണിനെ നന്നായി സ്വാധീനിച്ചിരുന്നു. 1955 ബോംബെയിലെ സയൺ ഹെബ്രോൻ ക്രിസ്ത്യൻ അസംബ്ലിയോട് ചേർന്ന് സഭാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും സൺഡേ സ്കൂളിലും വചന ശുശ്രൂഷയിലും പരസ്യയോഗങ്ങളിലും നേതൃത്വം കൊടുക്കുവാനും അദ്ദേഹത്തിന് അവസരം ലഭിച്ചു. 1967 താൻ വിവാഹിതനായി. 1974 അമേരിക്കയിൽ ഷിക്കാഗോയിലേക്ക് താൻ കടന്നു വന്നു. 1975 തൻ്റെ ഭാര്യ ഗ്രേസി ജോണിനെയും 2 കുട്ടികളെയും ഷിക്കാഗോയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. 1990 വരെ ഷിക്കാഗോയിൽ താമസിച്ച് അമേരിക്കയിലെ വേർപെട്ട സഭാവിശ്വാസികളുടെ ഇടയിൽ ആത്മീക ശുശ്രൂഷകൾ ചെയ്യുവാൻ ദൈവം അദ്ദേഹത്തെ ഉപയോഗിച്ചു. അമേരിക്കയിലെയും കാനഡയിലെയും ദൈവജനത്തിന് ആത്മീക പ്രചോദനമായി തൻ്റെ ശുശ്രൂഷകൾ പല നിലയിൽ തന്നെ ദൈവം ഉപയോഗിച്ചു. അത്യുജ്വല വാഗ്മിയും ദൈവവചന പ്രാസംഗികനും സുവിശേഷ ഗ്രന്ഥകർത്താവുമായി അദ്ദേഹത്തെ ദൈവം ഉപയോഗിച്ചു. അമേരിക്കയിലെ പ്രശസ്തമായ ഇന്ത്യ ബ്രദറൻ ഫെലോഷിപ്പിൻ്റെ സ്ഥാപക പ്രവർത്തകരിൽ ഒരാളായി അതോടനുബന്ധിച്ചുള്ള അനേക ശുശ്രൂഷകളിൽ നേതൃത്വം കൊടുക്കുവാൻ കെ.എം. ജോണിച്ചായന് സാധിച്ചു. 1990 അമേരിക്കയിലുള്ള ഫ്ലോറിഡ സ്റ്റേറ്റിലേക്ക് താൻ കുടുംബമായി താമസം മാറ്റി. സൗത്ത് ഫ്ലോറിഡയിലെ വേർപെട്ട വിശ്വാസികളുടെ കൂട്ടമായ ബിലീവേഴ്സ് അസംബ്ലി ഓഫ് സൗത്ത് ഫ്ലോറിഡ എന്ന സഭ ഡേവി എന്ന സ്ഥലത്ത് ആരംഭിക്കുവാനും അതോടനുബന്ധിച്ചുള്ള ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുവാനും കെ.എം. ജോണിനെ ദൈവം ഉപയോഗിച്ചു. ഫീബ കോൺഫറൻസ് തുടങ്ങിയപ്പോൾ അതിൻ്റെ അഡ്വൈസറി ബോർഡ് മെമ്പറിൽ ഒരാളായി പ്രവർത്തിക്കുവാനും അതിൻ്റെ ശുശ്രൂഷകളിൽ പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിന് ഇടയായി. ഇന്ത്യയിലെ സുവിശേഷ വേലയ്ക്ക് അനേകം സംഭാവനകൾ ചെയ്യുവാനും അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് സാധിച്ചു. കർത്താവിനായി സമർപ്പിക്കപ്പെട്ട തൻ്റെ ജീവിതം ദൈവജനത്തിന് അനുകരണീയമായ ഒരു മാതൃകയാണ്. 2019 ജനുവരി 26 കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെടുന്നതുവരെയും ബിലീവേഴ്സ് അസംബ്ലി ഓഫ് സൗത്ത് ഫ്ലോറിഡയിൽ തൻ്റെ ശുശ്രൂഷകൾ തുടരുവാൻ ദൈവം തന്നെ ബലപ്പെടുത്തി.